ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയുവിനെ വിളിച്ചു ചേർത്തിരിക്കുകയാണ് കല്യാണിയും കിരണും. എന്നിട്ട് സരയുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ നീ റെഡിയാക്കിയ ആ സൈറ്റിലേക്ക്, ആ ബിൽഡിങ്ങിന്റെ സൈറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ സരയു അകഞ്ഞെട്ടി പോവുകയാണ്. എന്തായാലും കിരൺ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ എന്ന് അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കല്യാണി പറയുകയാണ്, സരയു നിന്റെ അക്കൗണ്ടിലേക്ക് ഈ മാസത്തെ സാലറി ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സരയു പറയാണ്, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, അതെ ഇനി മുതലേ എല്ലാ മാസവും സ്റ്റാഫുകളുടെ സാലറിയിൽ നിന്ന് 1% പിടിക്കുന്നുണ്ട്, അത് അടുത്ത കൊല്ലം അതിന്റെ പലിശ സഹിതം കൂടുതൽ തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, നിന്റെ സാലറിയിൽ നിന്നും അങ്ങനെയൊന്നും പിടിക്കില്ല കേട്ടോ, പക്ഷേ ഒരു നിശ്ചിത വിഹിതം തുക അത് നിന്റെ കുഞ്ഞിന്റെ പേരിൽ ചേർന്നിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് എല്ലാ കമ്പനിയിലേക്കാളും കൂടുതൽ സാലറിയാണ് നിങ്ങൾ ഇവിടെ തരുന്നത്, ഒരു സിവിൽ എഞ്ചിനീയറിലും കിട്ടാത്ത സാലറി എനിക്ക് തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലൊക്കെ വലിയ സംതൃപ്തി കാണുന്നുണ്ട് എന്ന് പറയാണ്. നീ എന്തായാലും പഴയ രൂപത്തിലേക്ക് പോവാതിരുന്നാൽ മതി, നീ സ്വഭാവം മാറാതിരുന്നാൽ മതി എന്ന് കിരൺ പറയുമ്പോൾ, ഒരിക്കലും ഇല്ല കിരണേ എന്ന് പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, അറിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അയാളെ പറ്റി എന്നോടൊന്നും പറയണ്ട, അയാളെ എനിക്ക് കേൾക്കേ വേണ്ട. എന്തായാലും കിരണിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് നല്ല സ്വീകരണം കിട്ടിയെന്ന് പറഞ്ഞു കേട്ടു, അതുപോലെ തന്നെയായിരിക്കും എൻ്റെ അരികിലേക്കും വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് സരയു അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കുറച്ച് പോയിട്ട് കല്യാണി അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ, എനിക്ക് അച്ഛനെ ഇത് അറിയിക്കാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി കിരണിനോട് പറയുന്നുണ്ട്, സരയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടല്ലേ കിരണേട്ടാ, അവൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു, എന്തായാലും അവള് വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയുകയാണ്. എന്നാ വാ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കിരണും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവര് കാറിൽ കയറിയിട്ട് പോകുന്ന സമയത്ത് ഈ സെക്യൂരിറ്റിയോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ സരയു വന്നിട്ട് അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് അവർ പോകുന്നത്. അങ്ങനെ കല്യാണിയും കിരണും കാറിൽ കയറിയിരിക്കുകയാണ്. കിരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ വരാനുള്ള കാരണം അറിയാലോ, നിനക്കിപ്പോൾ എന്തോ ഒരു ഭയം ഉള്ളിൽ കടന്നിട്ടുണ്ടെന്ന് നീ പറയുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടോ കല്യാണി ആ ഒരു ഭയം എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് കിരണേട്ടാ, അത് ഒരുപക്ഷെ ആ CI മാർട്ടിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടായിരിക്കും, അയാൾ കേസുമായി മുന്നോട്ട് പോയാൽ എന്താകും, അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അയാൾ കേസുമായി മുന്നോട്ട് പോകട്ടെ, ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാണ്, അത് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, ബാക്കിയുള്ള കാര്യം നമുക്ക് അപ്പം നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ സൈറ്റിലേക്ക് പോകുന്നുണ്ട്. സരയു അവിടെ നിന്ന് ടെൻഷൻ അടിക്കുകയാണ്. അവൻ പോകണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അച്ഛനുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല, ഈ പോക്കോട് തീർന്നാൽ മതിയായിരുന്നു ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ബഗാസുരൻ ആ ബിൽഡിങ്ങിൽ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്തായാലും ഉറക്കം നന്നായിരുന്നു, ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് ഭാഗ്യമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റിട്ട് അവൻ പുറത്തേക്ക് തലയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് അവരുടെ കാറ് വന്ന് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ബഗാസുരൻ വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ കിരണിനെ കാണുമ്പോൾ ബഗാസുരൻ ഞെട്ടിപ്പോവുകയാണ്, അങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ കിരണും കല്യാണിയും കൂടി തന്നെയാണ് മുകളിലേക്ക് കയറി വരുന്നത്. അങ്ങനെ കിരൺ കുറച്ച് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. കല്യാണി ഇങ്ങനെ എല്ലാ ഭാഗവും നോക്കി നടക്കുന്നുണ്ട്. അങ്ങനെ ആ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് നമ്മുടെ ബഗാസുരൻ ഓടിച്ചെന്ന് കല്യാണിയുടെ പുറകിലൂടെ ചെന്ന് വാപൊത്തുകയാണ്. അങ്ങനെ ആ വാപൊത്തുമ്പോൾ അവള് ശബ്ദം ഉണ്ടാക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കിരൺ ആണെങ്കിൽ ഒന്നും അറിയുന്നില്ല. കിരൺ പുറത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ ആ സെൻസൈഡിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കല്യാണി സർവ്വശക്തിയും എടുത്തിട്ട് ബഗാസുരനെ തട്ടി മാറ്റുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന കല്യാണി ബഗാസുരനെ കണ്ട് ഞെട്ടുന്നുണ്ട്. പക്ഷേ ഒട്ടും സമയം കളയാതെ ബഗാസുരന്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി അവളുടെ വയറ്റിലേക്ക് കുത്തി ഇറക്കുകയാണ്. അപ്പോൾ ആ സമയം കിരണേട്ടാ എന്ന് ഉറക്കെ വിളിക്കുകയാണ് നമ്മുടെ കല്യാണി. അപ്പോൾ കല്യാണിയുടെ ഒച്ചയാണല്ലോ അതെന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി വരികയാണ്. അങ്ങനെ കത്തി കൊണ്ട് കുത്തി നിൽക്കുന്ന ബഗാസുരനെ കണ്ട് നമ്മുടെ കിരൺ ഞെട്ടിപ്പോവുകയാണ്. എടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നേർക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ബഗാസുരനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ കിരണേട്ട എന്ന് വീണ്ടും അവളിങ്ങനെ കരയുകയാണ്. അപ്പോൾ ഓടിച്ചെന്ന് അവളെ പിടിക്കുകയാണ്. ബഗാസുരൻ ആ സമയം ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറ്റിയത് കല്യാണി എന്ന് വിളിച്ചിട്ട് വേഗം തന്നെ അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ ആ സ്ട്രക്ചറിൽ കൊണ്ടുപോവുകയാണ്. ഡോക്ടേഴ്സും അതുപോലെ തന്നെ നേഴ്സുമാരും അവനും കിരണും എല്ലാവരും ചേർന്ന് ആ സ്ട്രക്ചറിൽ ഒന്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവളെ എത്തിക്കുകയാണ്.
അവനാണെങ്കിൽ പുറത്ത് ടെൻഷൻ അടിച്ച് അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബഗാസുരൻ കുത്തിയ കാഴ്ചയും അവൻ ആലോചിച്ച് നിൽക്കുകയാണ്. ബഗാസുരനോട് കൊല്ലാനുള്ള ദേഷ്യം ഈ കിരണിനുണ്ട് ആ സമയത്ത്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന സരയു വീണ്ടും ഇതുപോലെ തന്നെ എന്തായാവോ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഹരിസാറ് പെട്ടെന്ന് തന്നെ വേഗം തന്നെ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, സാർ എവിടേക്ക് സൈറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം വേറൊരു ആപത്തുണ്ടായി അങ്ങോട്ട് പോവുകയാണ്. എന്താ സാറേ എന്ന് സെക്യൂരിറ്റി ചോദിക്കുമ്പോൾ അത് വന്നിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ കാറും എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ രതീഷ് വരികയാണ്. ആ രതീഷ് വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാർ ഇത് എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ കല്യാണിക്ക് എന്തോ ആപത്തുണ്ടായി എന്ന് കിരൺ വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ സാറേ എന്ത് പറ്റി കല്യാണിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല, ആശുപത്രിയിലാണ്, ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ച് ഹരിസാറ് അതിൽ കയറാൻ നിൽക്കുമ്പോൾ രതീഷ് പറയുകയാണ്, ഞാനും വരാം സാർ ഇപ്പൊ പൊക്കോ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഹരിസാർ വണ്ടിയും എടുത്ത് പോവുകയാണ്. അങ്ങനെ നമ്മുടെ രതീഷ് സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട്, ആ സരയു അകത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് സാറേ എന്നിങ്ങനെ ആ സെക്യൂരിറ്റി പറയുകയാണ്. എന്താ സാറേ പറ്റിയത്? കല്യാണിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വന്നിട്ടുള്ളത്. ഹരിസാർ അങ്ങോട്ടാണ് പോയത്. ആ ബഗാസുരൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ, അവളും ഉണ്ടാവും ഇതിന്റെ പുറകിലായിട്ടെന്നും പറഞ്ഞിട്ട് സരയുവിന്റെ അരികിലേക്ക് പാഞ്ഞെടുക്കുകയാണ് നമ്മുടെ രതീഷ്. അങ്ങനെ സരയു അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. എടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നീ എന്തിട്ടടി നിന്റെ അച്ഛനും ചേർന്ന് കല്യാണിയെ കുത്തിയോ എന്താ ചെയ്തടി എന്ന് ചോദിക്കുകയാണ്. കല്യാണിക്ക് എന്താ ആപത്തുണ്ടായെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സരയു പറയുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. നീ നുണ പറയണ്ട, നിന്റെ അച്ഛൻ നിന്റെ പുറത്ത് പരോളിൽ ഇറങ്ങിയിരിക്കല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ കണ്ടിട്ട് കൂടിയില്ല രതീഷ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നമ്മുടെ സരയു ചോദിക്കുകയാണ്. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നീ അങ്ങനത്തെ ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇല്ല, എന്താ പറ്റിയത് കല്യാണിക്ക് ഒന്നും അറിയില്ല, എന്തായാലും ഞാൻ അവിടെ വരെ പോവുകയാണ്, ഇതിന്റെ പുറകിൽ നീ എങ്ങാനും ഉണ്ടെന്ന് അറിഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ അവിടെ നിന്ന് രതീഷ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യം സാധിച്ചിട്ടുണ്ട്, അവൾക്ക് എന്തോ വലിയൊരു ആപത്ത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, അവൾക്ക് എന്തോ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്ര ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ കരുതി അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം തൻ്റെ ഫോൺ എടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്നറിയാനുള്ള ആകാംക്ഷയിൽ സരയു തൻ്റെ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുകയാണ്. പക്ഷെ അപ്പോൾ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു പറയാണ്, ചാവട്ടെ അവളങ്ങനെ ചത്തു തൊലയട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി ആ ഓഫീസിൽ അങ്ങനെ സരയു ഇരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സരയും രാഹുലും ചേർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയിട്ടുള്ളതെന്ന് കിരൺ മനസ്സിലാക്കുന്നതോടുകൂടി സരയുവിന്റെ ആ ഓഫീസിലെയും വീട്ടിലെയും അവിടെ നിന്നും പുറത്താക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബഗാസുരനെ തല്ലിച്ചതയ്ക്കുന്ന ഭാഗമൊക്കെയാണ് ഇനി അടുത്തതായി കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.